ദുബായിൽ ഒരു 45-50 ഡിഗ്രി ചൂടൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഏറ്റവും വലിയ വീഡിയോസ് എന്താണെന്നറിയോ? ഈ മര്യാദയ്ക്ക് പുറത്ത് പണിയെടുക്കുന്ന ലേബേഴ്സ് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ഡെലിവറി ബോയ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ റോഡിൻ്റെ സൈഡിൽ ക്ലീൻ ചെയ്യുന്ന ആളുകളുടെയൊക്കെ വീഡിയോ അവരറിയാതെ എടുത്തിട്ട് സാഡ് BGM അല്ലെങ്കിൽ സാഡ് ആയിട്ടുള്ള എന്തെങ്കിലും ക്യാപ്ഷനും കൊടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുന്ന കുറച്ച് അവന്മാരുണ്ട്. ഇത് ആക്ച്വലി സീസണലാണ്. ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചിലവന്മാർക്ക് ഒരു രാഷ്ട്രബോധം തോന്നുന്നൊക്കെ പറയാം. അതുപോലെ അയ്യോ എന്തോരം എൻ്റെ സഹോദരന്മാർ പുറത്ത് കിടന്ന് പണിയെടുക്കണം, ഞാൻ പോയിട്ട് വീഡിയോ എടുക്കട്ടെ. എന്നിട്ട് നേരെ പോയിട്ട് ഇവന്മാരറിയാണ്ട് പോയിട്ട് വീഡിയോ എടുത്തിട്ട് അത് ഈ സാഡായിട്ടുള്ള BGM കയറ്റിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പണിയെടുക്കുന്ന ആളുകൾ ചൂടത്ത് മാത്രമല്ല പണിയെടുക്കണത്, ഈ ദുബായിൽ നല്ല തണുപ്പുള്ള സമയമുണ്ട്. അപ്പം എന്തുകൊണ്ട് നീ ഒന്ന് തണുപ്പുള്ള സമയത്ത് പോയിട്ട് ഇവരുടെ വീഡിയോ എടുക്കുന്നില്ല? അപ്പം തണുപ്പാണല്ലോ അല്ലേ, തണുപ്പത്ത് വലിയ പ്രശ്നമില്ലേ, ചൂടത്താണുള്ള പ്രശ്നം കൂടല്ലേ. ഒന്ന് പോടോ. ഈ ചൂടും തണുപ്പും എന്നൊക്കെ പറഞ്ഞാൽ പണിയെടുക്കുന്ന സമയമൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഈ ചൂട് സമയത്ത് കുറച്ചും കൂടെ അവർക്ക് പണി സമയം കുറവ് ഉണ്ട് എന്ന് മാത്രം. നിനക്കൊക്കെ അത്രയ്ക്ക് വിഷമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പണിയെടുക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളമെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക. അതൊന്നും ചെയ്യാണ്ട് ഈ കിടന്ന് പണിയെടുക്കണവന്മാരെ മാത്രം പോർട്രേറ്റ് ചെയ്തിട്ട് സാഡാക്കിയിട്ടുള്ള BG ഇടുന്നതല്ലേ ഒരുമാതിരി മറ്റേടത്തെ പരിപാടിയാണ്. നിങ്ങളത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ അവരൊരു സഹതാപത്തിൻ്റെ പേരിലായിരിക്കും നോക്കി കാണാനുണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, ഈ പണിയെടുക്കുന്ന ആളുകൾക്ക് ഫാമിലിയും അറിയുന്ന ആളുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവരുടെ മക്കളൊക്കെ അത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അത് സന്തോഷമല്ല തോന്നുക, വിഷമ തോന്നുക. ഇത് ദുബായാണ്. ഇവിടുത്തെ ഗവൺമെൻറ് നന്നായിട്ട് അറിയാം ലേബേഴ്സ് എപ്പോൾ പണിയെടുക്കണം, എത്ര പണിയെടുക്കണം എല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഇതുപോലത്തെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾ അതൊന്ന് ആലോചിക്കുക. എല്ലാവരും ഒരേ രീതിയിലാവില്ലേ ഈ വീഡിയോസ് എടുക്കുക. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനി ഇതുപോലത്തെ വീഡിയോസ് എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ മുഖം ഒന്ന് ബ്ലർ ചെയ്യാനുള്ള ഒരു സാമാന്യം മര്യാദയെങ്കിലും കാണിക്കുക.